നമസ്കാരം. ബി.ജെ.പിയുമായി ഒത്തുകളിച്ച് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. ഈ വാദങ്ങൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന പോലെയെന്ന് കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. കോൺഗ്രസിന്റെ ഈ നീക്കം പുതിയതല്ലെന്നും മുൻപും സമാനമായ അടിസ്ഥാനരഹിതമായ വാദങ്ങളുമായി അവർ സുപ്രീം കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ ഓർമ്മിപ്പിച്ചു. 2018 മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ് നൽകിയ ഒരു ഹർജിയാണ് കമ്മീഷൻ പരാമർശിച്ചത്. 36 വോട്ടർമാർക്ക് ഇരട്ട വോട്ടുണ്ടെന്ന വാദം ഉന്നയിച്ച് വോട്ടർ പട്ടിക ആവശ്യപ്പെട്ടെങ്കിലും ആ പിഴവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തിരുത്തിയിരുന്നു. കോടതി ഹർജി തള്ളിക്കളയുകയും ചെയ്തു. ആ പഴയ തന്ത്രം കോടതിയിൽ വിലപ്പോവില്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ഒരു പേര് പലവട്ടമുണ്ടെന്ന ക്രമക്കേട് ആരോപിച്ച് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടി. ആദിത്യ ശ്രീവാസ്തവ എന്ന വോട്ടറുടെ പേര് 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ പ്രശ്നം മാസങ്ങൾക്ക് മുമ്പേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഹരിച്ചതാണ്. തെളിവുകൾ ശരിയെങ്കിൽ പ്രതിജ്ഞാപത്രത്തിൽ ഒപ്പിട്ട് രേഖാമൂലം പരാതി നൽകാൻ രാഹുൽ തയ്യാറാകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചു. പേരുകളും വിലാസങ്ങളും ഇരട്ടിക്കുന്നത് ഒഴിവാക്കാൻ സ്കാനിംഗ് സാധ്യമാകുന്ന ഫോർമാറ്റിൽ വോട്ടർ പട്ടിക നൽകണമെന്ന രാഹുലിന്റെയും കോൺഗ്രസിന്റെയും ആവശ്യത്തെയും കമ്മീഷൻ വിമർശിച്ചു. മെഷീന് വായിക്കാൻ കഴിയുന്ന വോട്ടർ പട്ടിക വേണമെന്ന ആവശ്യം കോടതി തീർപ്പാക്കിയതാണെന്നും അതേ വിഷയം വീണ്ടും ഉന്നയിക്കുന്നത് സുപ്രീം കോടതിയോട് രാഹുലിനുള്ള അനാദരവാണെന്നും കമ്മീഷൻ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വോട്ടർ പട്ടിക PDF ഫയലായി പ്രസിദ്ധീകരിക്കാൻ ബാധ്യസ്ഥരാണെന്നും എന്നാൽ സ്കാൻ ചെയ്യാവുന്ന രേഖ പുറത്തിറക്കേണ്ട ആവശ്യമില്ലെന്നും സുപ്രീം കോടതി 2018 വിധിച്ചിരുന്നു. ഏത് ഫോർമാറ്റിൽ വോട്ടർ പട്ടിക ഇറക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം കമ്മീഷനുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം തീർപ്പാക്കിയ ഒരു വിഷയത്തിൽ ആവർത്തിച്ചുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനാണെന്നും കമ്മീഷൻ വിലയിരുത്തി. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യദ്രോഹം നടത്തുന്നുവെന്ന് ഇന്ന് പുറത്തുവിട്ട വീഡിയോയിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചു. ബീഹാറിലെ FIRൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരാതി നൽകാൻ രാഹുൽ കാത്തിരിക്കുകയാണെന്ന് കമ്മീഷൻ വൃത്തങ്ങൾ തിരിച്ചടിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി രേഖാമൂലം പരാതി നൽകിയില്ലെങ്കിൽ മാപ്പ് പറയണമെന്നും രാഹുൽ നേരിട്ട് ഒരു വിഷയത്തിലും ഇതുവരെ നേരിട്ട് പരാതി നൽകിയിട്ടില്ലെന്നും കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തെളിവുകൾ ശരിയെങ്കിൽ പ്രതിജ്ഞാപത്രത്തിൽ ഒപ്പിട്ട് രേഖാമൂലം പരാതി നൽകാൻ രാഹുൽ തയ്യാറാകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചു. അതേസമയം വോട്ട് കൊള്ളയിലൂടെയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതെന്നും വോട്ടർ പട്ടികയുടെ പൂർണ്ണരൂപം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടണമെന്നും രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അട്ടിമറിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് പ്രഹരമേറ്റു. തെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് അനുകൂലമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് കൊള്ള നടത്തുന്നതായി ആരോപിച്ച് കോൺഗ്രസ് ബംഗളൂരുവിൽ സംഘടിപ്പിച്ച റാലിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യം ഒരാൾക്ക് ഒരു വോട്ട് എന്നതാണ്. അത് അട്ടിമറിക്കപ്പെട്ടു. വോട്ട് കൊള്ളയ്ക്ക് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉദാഹരണമാണെന്ന് രാഹുൽ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേട്ടമുണ്ടാക്കിയെങ്കിലും 4 മാസം കഴിഞ്ഞു നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം BJPക്കായിരുന്നു. 1 കോടി പുതിയ വോട്ടർമാർ മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്തു. പുതിയ വോട്ടർമാർ വന്ന സ്ഥലങ്ങളിലെല്ലാം BJP വിജയിച്ചു. പുതിയ ആളുകളുടെ വോട്ടുകളെല്ലാം BJPക്കാണ് പോയത്. പരിശോധനയിൽ കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് കുറഞ്ഞില്ലെന്ന് കണ്ടെത്തി. ലോക്സഭയിൽ ലഭിച്ച വോട്ട് നിയമസഭയിലും കോൺഗ്രസിന് ലഭിച്ചു. അപ്പോഴാണ് വോട്ട് കൊള്ള നടന്നതായി സംശയം തോന്നിയതെന്നും രാഹുൽ പറഞ്ഞു. കർണാടകയിൽ കൂടുതൽ ലോക്സഭാ സീറ്റിൽ വിജയിക്കേണ്ടതായിരുന്നുവെന്ന് രാഹുൽ ചൂണ്ടിക്കാട്ടി. കർണാടകയിൽ കോൺഗ്രസ് തോറ്റതാണോ തോൽപ്പിക്കപ്പെട്ടതാണോ എന്നും രാഹുൽ ചോദിച്ചു. ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകൾ ഉദാഹരണമാക്കിയാണ് രാഹുൽ ഇക്കാര്യം പറഞ്ഞത്. 8 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഇവിടെ 7ഇടത്തും കോൺഗ്രസിന് 82,000 വോട്ടുകളാണ് ഭൂരിപക്ഷം ലഭിച്ചത്. മഹാദേവ്പുര മണ്ഡലത്തിൽ മാത്രം 1.14 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം BJPക്ക് ലഭിച്ചു. തുടർന്നാണ് ഓപ്പറേഷൻ മഹാദേവ്പുര എന്ന പേരിൽ കോൺഗ്രസ് അന്വേഷണം ആരംഭിച്ചത്. മഹാദേവ്പുര മണ്ഡലത്തിൽ മാത്രം 1,250,000 വോട്ടുകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതായും കോൺഗ്രസ് പറയുന്നു.